അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ തേടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അവർ അധർമ്മം പ്രവർത്തിക്കാതെ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്നു. ദിവ്യനിയമങ്ങൾ താല്പര്യപൂർവ്വം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ തക്കവിധം എന്റെ വഴികൾ ക്രമീകൃതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നതിനായി ഞാൻ ലജ്ജിക്കുന്നില്ല. അങ്ങയുടെ ന്യായവിധികൾ ഹൃദയസ്ഥമാക്കുമ്പോൾ നിഷ്കളങ്ക മനസ്സോടെ ഞാൻ അങ്ങേ സ്തുതിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ചു ഒരിക്കലും അങ്ങ് എന്നെ പരിത്യജിക്കരുതേ. കർത്താവേ, അങ്ങയുടെ കൽപ്പനകൾക്കനുസൃതം തന്റെ മാർഗം നിർമ്മലമാക്കാൻ ഒരുവന് എങ്ങനെ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ തിരുവചനങ്ങൾ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ന്യായവിധികളെല്ലാം അധരം കൊണ്ട് ഞാൻ ഉരുവിടുന്നു. സർവസമ്പത്തിനേക്കാളും അങ്ങേ സാക്ഷ്യപ്പെടുത്തുന്ന മാർഗം ഞാൻ സ്നേഹിച്ചു. അങ്ങയുടെ കൽപ്പനയിലെ വിസ്മയങ്ങൾ ഞാൻ ധ്യാനിച്ചു. അങ്ങയുടെ വഴികൾ ഞാൻ അറിഞ്ഞു. അങ്ങയുടെ വചനങ്ങൾ മറക്കാതിരിക്കാൻ അങ്ങയുടെ പ്രമാണം ഞാൻ ധ്യാനിച്ചു. ജീവനോടെ ഇരുന്ന് തിരുവചനങ്ങൾ അനുസരിക്കാൻ അങ്ങയുടെ ദാസന് ഉത്തരമരുളണമേ.
അങ്ങയുടെ കൽപ്പനയിലെ വൈശിഷ്ട്യം ദർശിക്കാൻ എന്റെ നയനങ്ങൾ തുറക്കണമേ. ഞാൻ അങ്ങയോടൊത്ത് വസിക്കുന്നവരാണല്ലോ, അങ്ങയുടെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറക്കരുതേ. അങ്ങയുടെ വിധികൾ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു, അവയ്ക്കായി അത്യധികം അഭിലഷിക്കുന്നു. ജനതകളെ അങ്ങ് ശാസിക്കുന്നു, അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്നവർ ശിക്ഷാർഹരാകുന്നു. അവരുടെ നിന്ദനം എന്നിൽ നിന്ന് അകറ്റണമേ, എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കൽപ്പന ഞാൻ കാക്കുന്നു. ദുഷ്ടന്മാർ സംഘം ചേർന്ന് എനിക്കെതിരെ ആലോചിക്കുന്നു. ഞാനോ അങ്ങയുടെ നിയമങ്ങൾ മനനം ചെയ്യുന്നു, സത്യപ്രബോധനവും സാക്ഷ്യവും ധ്യാനിക്കുന്നു. ഞാൻ പൂഴിയിൽ താണിരിക്കുന്നു, അങ്ങയുടെ വചനമനുസരിച്ച് എന്നെ ജീവിപ്പിക്കണമേ. മാർഗങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് അങ്ങ് എനിക്ക് ഉത്തരമരുളി, അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ കൽപ്പനകളുടെ മാർഗം എനിക്ക് വെളിവാക്കണമേ. അങ്ങയുടെ അത്ഭുതകൃത്യങ്ങൾ ഞാൻ ധ്യാനിക്കട്ടെ. ചിന്തയാൽ ഞാൻ വിവശനായി, വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടരുടെ വഴി എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ കൽപ്പന എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തു, അങ്ങയുടെ ന്യായവിധികൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. കർത്താവേ, അങ്ങയുടെ പ്രമാണത്തോട് ഞാൻ ചേർന്നിരിക്കുന്നു, എന്നെ ലജ്ജിതനാക്കരുതേ. അങ്ങ് എന്നെ ആനന്ദിപ്പിച്ചതിനാൽ അങ്ങയുടെ കൽപ്പനകളുടെ മാർഗത്തിൽ ഞാൻ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ മാർഗം എന്നെ പഠിപ്പേ. കർത്താവേ, ഞാനവ പാലിച്ചുകൊള്ളാം. അങ്ങയുടെ നിയമം കാക്കുന്നതിനായി എന്നെ ജ്ഞാനിയാക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ ഞാനത് പാലിക്കും. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവയിലൂടെ എന്നെ നടത്തണമേ. കിട്ടുകഥകളിലേക്കല്ല, അങ്ങയുടെ കൽപ്പനയിലേക്ക് എന്റെ ഹൃദയം തിരിക്കണമേ. വ്യർത്ഥമായവ ദർശിക്കാതിരിക്കാൻ എന്റെ നയനങ്ങൾ നിയന്ത്രിക്കണമേ. അങ്ങയുടെ മാർഗത്തെ ചരിക്കാൻ എന്നെ ജീവിപ്പിക്കണമേ. അങ്ങേ ആദരിക്കുന്ന ഈ ദാസനെ തിരുവാഗ്ദാനം സ്ഥിരീകരിക്കണമേ. അപമാനം എന്നെ കടന്നു പോകട്ടെ, അങ്ങയുടെ വിധികൾ വിശിഷ്ടമാണല്ലോ. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങയുടെ നീതിയിൽ എന്നെ ജീവിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യൂദാ എന്റെ രാജാവാണ്, മോവാബ് എന്റെ പാദക്ഷാളന പാത്രമാണ്. ഏദോമിനെതിരെ ഞാൻ പാതുകമഴിക്കും, ഫിലിസ്തീർക്കെതിരെ ഞാൻ ആക്രോശിക്കും. ഏദോം വരെ ആര് എന്നെ കൊണ്ടുപോകും? സുശക്തമായ നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലയോ? ഒന്നാം ശനിലേലിയ. നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും, ബലവാനാകും കർത്താവേ നീ. പരിപാവനമാം നിൻ ബലിപീഠം മഹിമാപൂർവം ധരയിലുയർത്തി, വിശ്വാസികളെ മകുടം ചാർത്തി. ശാശ്വതമാം നിൻ ശാന്തി ജഗത്തിൽ വർദ്ധിതമാകാൻ കനിവാകേണം. സകല മാലാഖമാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സർവാധിപനാം നൃപവരനേ നീ, മർത്യകുലത്തിൽ കരുണ ചൊരിഞ്ഞു. കനിപോലും നിൻ സ്ലീവായാൽ നീ, നരവംശത്തിനു ജീവൻ നൽകി. ക്രോവേ ഗണവും ശ്രാപ്പേ ഗണവും നിൻ സ്തുതി നിത്യം പാടിയിടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയെ ഭാഗ്യമേ എന്നൊരു തായേ, മിശിഹാ നിന്നിലുദിക്കുകയാലേ.
പരത്തും കാന്തിയിലെന്നും ദിനകരകിരണം നിഷ്പ്രഭമല്ലോ. ആ നൽപ്രഭയിൽ ലോകം മുഴുവൻ രക്ഷയുമുയരും കണ്ടെത്തുന്നു. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ദാനത്താലും ഇതെനിക്ക് മോചനത്തിനായി പരിണമിക്കുമെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്ന് ജീവിക്കുമെന്നും നിങ്ങളെല്ലാവരുടെയും കൂടെ ആയിരിക്കുമെന്നും എനിക്കറിയാം. നിങ്ങളുടെ അടുത്തേക്കുള്ള എൻ്റെ തിരിച്ചുവരവ് യേശു ക്രിസ്തുവിൽ ഞാൻ മൂലമുള്ള നിങ്ങളുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും